ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ മാത്സിന്റെ 3ാം ചാപ്റ്ററായ സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലെ പേജ് 64ലെ ബോക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നമുക്ക് അതിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഇരട്ട സംഖ്യകളുടെ ശ്രേണിയിലെ പദങ്ങളുടെ വർഗ്ഗങ്ങൾ ആ ശ്രേണിയിൽ ഉണ്ടാകുമെന്ന് തെളിയിക്കുക. അപ്പോൾ ഇരട്ട സംഖ്യാ ശ്രേണി 2, 4, 6, 8 ആണെന്ന് നമുക്ക് അറിയാം. ഇനി ബീജഗണിത സമവാക്യം എന്തായിരിക്കും? xn സമം dn പ്ലസ് f മൈനസ് d ആണ്. ഇതിൽ ഒന്നാം പദം f 2, പൊതുവ്യത്യാസം d 4 മൈനസ് 2 2, f മൈനസ് d എത്രയായിരിക്കും? 0. അപ്പോൾ നമ്മുടെ ബീജഗണിത രൂപം xn സമം 2n പ്ലസ് 0 2n. ഓക്കെ, ഇനി നമുക്ക് ഇരട്ട സംഖ്യകളുടെ ശ്രേണിയിലെ പദങ്ങളുടെ വർഗം. അപ്പോൾ xn എന്ന് പറയുന്നത് ഇരട്ട സംഖ്യാ ശ്രേണിയിലെ n-ാം പദമാണ്. അപ്പോൾ അതിന്റെ വർഗം എന്തായിരിക്കും? xn സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് എങ്ങനെ എഴുതാം? xn സ്ക്വയർ ഈ ശ്രേണിയിൽ ഉണ്ടാകണമെങ്കിൽ xn എന്തായിരിക്കണം? 2n ആയിരിക്കണം. അപ്പോൾ 2n-ന്റെ വർഗം എന്ന് പറയുന്നത് 4n സ്ക്വയർ ആണ്. 4n സ്ക്വയറിനെ നമുക്ക് 2 ഇൻറ്റു 2n സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ സ്ക്വയർ ഉണ്ട്. ഇനി ആ 2n സ്ക്വയറിനെ നമുക്ക് 2n സ്ക്വയർ എന്തായിരിക്കും? ഒരു എണ്ണൽ സംഖ്യയായിരിക്കും. അത് നമുക്ക് m എന്ന് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? 2m എന്ന് കിട്ടും. അപ്പോൾ xn സ്ക്വയർ 2m. ഇവിടെ xn-ന്റെയും xn സ്ക്വയറിന്റെയും പൊതുരൂപം ഒരേപോലെയാണ്. അതുകൊണ്ട് xn ഉള്ള ശ്രേണിയിൽ xn സ്ക്വയറും ഉണ്ടായിരിക്കും. xn സ്ക്വയർ ഇവയുടെ ബീജഗണിത രൂപം തുല്യമായതുകൊണ്ട് പദങ്ങളുടെ വർഗ്ഗങ്ങളും ഈ ശ്രേണിയിൽ ഉണ്ടാകും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇരട്ട സംഖ്യകളുടെ ശ്രേണിയിലെ പദങ്ങളുടെ വർഗ്ഗങ്ങൾ അല്ലാത്ത മറ്റു കൃതികൾ ആ ശ്രേണിയിൽ ഉണ്ടാകുമോ? അതായത് ഇപ്പൊ നമുക്ക് സംഖ്യയുടെ വർഗം, സംഖ്യയുടെ 3-ാം കൃതി, ക്യൂബ്, 4-ാം കൃതി, 5-ാം കൃതി ഇതെല്ലാം തന്നെ ഈ ശ്രേണിയിൽ ഉണ്ടാകുമോ? അപ്പൊ നമ്മൾ ഇരട്ട സംഖ്യകളുടെ പൊതുരൂപം xn സമം 2n എന്ന് മനസ്സിലാക്കി. ഇനി xn-ന്റെ m-ാം കൃതി എന്തായിരിക്കും? അത് നമുക്ക് xn റേസ് ടു m എന്ന രീതിയിൽ എഴുതാം. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, xn റേസ് ടു m. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? xn എന്ന് പറയുന്നത് 2n ആണല്ലോ. അപ്പൊ നമുക്ക് 2n റേസ് ടു m എന്ന് എഴുതാം. ഇവിടെ നോക്കൂ, ഇവിടെ 2n റേസ് ടു m എന്ന് പറയുന്നത് ab ഹോൾ റേസ് ടു m എന്ന ഫോമിലല്ലേ. അപ്പോൾ നമുക്ക് ഇത് a റേസ് ടു m ഇൻറ്റു b റേസ് ടു m എന്ന് എഴുതാം. അതുകൊണ്ട് ഇവിടെ 2 റേസ് ടു m ഇൻറ്റു n റേസ് ടു m എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇനി 2 റേസ് ടു m-നെ നമുക്ക് 2 ഇൻറ്റു 2 റേസ് ടു m മൈനസ് 1 എന്ന് എഴുതാം. കാരണം a റേസ് ടു m എന്ന് പറഞ്ഞാൽ എന്താണ്? a റേസ് ടു m മൈനസ് 1 ഇൻറ്റു a, അല്ലെങ്കിൽ a ഇൻറ്റു a റേസ് ടു m മൈനസ് 1. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് 2 റേസ് ടു m-ന് പകരം 2 ഇൻറ്റു 2 റേസ് ടു m മൈനസ് 1 എന്ന് എഴുതാമല്ലോ. അപ്പോൾ അതേ ഇൻറ്റു n റേസ് ടു m. അപ്പോൾ ഈ 2 റേസ് ടു m മൈനസ് 1-ഉം n റേസ് ടു m-ഉം രണ്ടും എണ്ണൽ സംഖ്യകളാണ്. രണ്ട് എണ്ണൽ സംഖ്യകളെ ഗുണിക്കുമ്പോൾ എണ്ണൽ സംഖ്യ ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് നമുക്ക് p എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ നമുക്ക് xn റേസ് ടു m എന്ന് പറയുന്നത് 2p എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ xn-ന്റെ പൊതുരൂപം 2n ആണ്. xn-ന്റെ ഏത് കൃതി എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും?
അതിൻ്റെ പൊതുരൂപം 2p ആണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? xnഉം xn റേസ് ടു mൻ്റെയും ബീജഗണിത രൂപം തുല്യമായതിനാൽ പദങ്ങളുടെ ഏത് കൃതിയും ഈ ശ്രേണിയിൽ ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ചോദ്യം, ഒറ്റ സംഖ്യാ ശ്രേണിയിലെ പദങ്ങളുടെ വർഗങ്ങൾ ആ ശ്രേണിയിൽ ഉണ്ടാകുമോ? അപ്പോൾ ആദ്യം ഒറ്റ സംഖ്യാ ശ്രേണി 1, 3, 5, 7. ഇനി പൊതുരൂപം എന്താണ്? xn സമം dn പ്ലസ് f മൈനസ് d. അപ്പോൾ ഒന്നാം പദം f1, പൊതുവ്യത്യാസം 3, f മൈനസ് d 5 മൈനസ് f മൈനസ് d 3 മൈനസ് 1 f മൈനസ് d എന്ന് പറയുന്ന സമയത്ത് 1 മൈനസ് 2 മൈനസ് 1. അപ്പോൾ നമുക്ക് xn എന്ത് കിട്ടും? 2n മൈനസ് 1. ഓക്കെ, അപ്പോൾ ഒറ്റ സംഖ്യാ ശ്രേണിയുടെ പൊതുരൂപം xn സമം 2n മൈനസ് 1 ആണ്. ഇനി നമുക്ക് xnൻ്റെ വർഗത്തിൻ്റെ പൊതുരൂപം നോക്കാം. അപ്പോൾ xn സ്ക്വയർ എന്ന് പറയുന്നത് 2n മൈനസ് 1 സ്ക്വയർ. അപ്പോൾ a മൈനസ് b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ ഉപയോഗിക്കുമ്പോൾ ഇവിടെ 2n സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2n ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ 4n സ്ക്വയർ മൈനസ് 4n പ്ലസ് 1. ഇനി നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോമിലേക്ക്, ഈ രൂപത്തിലേക്ക് കിട്ടാൻ വേണ്ടി ഇവിടെ ഞാനൊരു 2 കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ അത് 0 ആവുമല്ലോ. അപ്പോൾ നോക്കൂ, 4n സ്ക്വയർ മൈനസ് 4n പ്ലസ് 2 മൈനസ് 2 പ്ലസ് 1. ഇനി ആദ്യത്തെ 3 ഭാഗത്തിൽ നിന്നും നമ്മൾ 2നെ എടുക്കുന്നു. അപ്പോൾ 2 എടുത്താൽ ഇവിടെ ബാക്കി 2n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1. ഇനി ഈ മൈനസ് 2ൽ നിന്നും പ്ലസ് 1 കൂട്ടിയാൽ മൈനസ് 1. ഇപ്പോൾ ഈ 2n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 ഒരു എണ്ണൽ സംഖ്യയായിരിക്കും. അതിന് നമുക്ക് m എന്ന് പേര് നൽകാം. അപ്പോൾ നമുക്ക് ഇത് 2m മൈനസ് 1 എന്ന് കിട്ടും. അതായത് xnൻ്റെയും xn സ്ക്വയറിൻ്റെയും പൊതുരൂപം ഒരേപോലെയാണ്. അതുകൊണ്ട് xn, xn സ്ക്വയർ ഇവയുടെ ബീജഗണിത രൂപം തുല്യമായതിനാൽ പദങ്ങളുടെ വർഗങ്ങളും ഈ ശ്രേണിയിൽ ഉണ്ടാകും. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കിയാലോ. ഒറ്റ സംഖ്യകളുടെ ശ്രേണിയിലെ പദങ്ങളുടെ വർഗങ്ങൾ അല്ലാത്ത മറ്റു കൃതികൾ ആ ശ്രേണിയിൽ ഉണ്ടാകുമോ? മൂന്നാം കൃതി, നാലാം കൃതി, അഞ്ചാം കൃതി ഇതെല്ലാം തന്നെ ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഒറ്റ സംഖ്യാ ശ്രേണി, അതിൽ എല്ലാ പദങ്ങളും ഒറ്റ സംഖ്യകളാണല്ലോ. ഇനി ഒറ്റ സംഖ്യാ ശ്രേണിയിലെ n-ാം പദം xn ആണ്. അതിൻ്റെ m-ാം കൃതി നമുക്ക് എങ്ങനെ എഴുതാം? xn റേസ് ടു m. ഓക്കെ, ഇനി ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഗുണനഫലം എന്തായിരിക്കും? ഉദാഹരണത്തിന് 7നെ 7 കൊണ്ട് ഗുണിച്ചു 49, 11നെ 11 കൊണ്ട് ഗുണിച്ചു 121. അത് ഒറ്റ സംഖ്യ തന്നെയായിരിക്കും. അതിനെ വീണ്ടും അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചു നോക്കൂ, അപ്പോഴും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒറ്റ സംഖ്യ ആയിരിക്കും. അതായത് ഇവിടെ നമുക്ക് xn റേസ് ടു mനെ xn ഇൻറ്റു അങ്ങനെ xn എന്ന് m പ്രാവശ്യം ഇവിടെ xn ഉണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഒരു ഒറ്റ സംഖ്യയായ xnനെ എത്ര തവണ അതുകൊണ്ട് ഗുണിച്ചാലും ഗുണനഫലം ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും. അതുകൊണ്ട് xn റേസ് ടു m എന്തായിരിക്കും? ഒറ്റ സംഖ്യ ആയിരിക്കും. അത് ഈ ശ്രേണിയിൽ ഉണ്ടാവും. അതായത് ഒറ്റ സംഖ്യകളുടെ ശ്രേണിയിലെ
പദങ്ങളുടെ ഏത് കൃതിയും ആ ശ്രേണിയിൽ ഉണ്ടാകും. വർഗമുണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ സ്ഥാപിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. ഇപ്പോൾ ഇവിടെ ഒറ്റ സംഖ്യാ ശ്രേണിയും ഇരട്ട സംഖ്യാ ശ്രേണിയും പറഞ്ഞു. ഈ രണ്ട് ശ്രേണികളും അല്ലാതെ മറ്റേതെങ്കിലും ശ്രേണിയിലെ പദങ്ങളുടെ കൃതികൾ ആ ശ്രേണിയിൽ ഉണ്ടാകുമോ? അതായത് ഒരു ശ്രേണി തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ x1 x2 x3 അങ്ങനെയാണല്ലോ ആ ശ്രേണി എഴുതുന്നത്. xn അങ്ങനെ എഴുതും. ഇതിൻ്റെ വർഗങ്ങൾ, അതേപോലെ തന്നെ ഇതിൻ്റെ മൂന്നാം കൃതി, നാലാം കൃതി, അഞ്ചാം കൃതി ഇതെല്ലാം വരുന്ന ശ്രേണി നമുക്ക് ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ട്. നമുക്ക് ഏറ്റവും നന്നായി അറിയുന്ന ഒരു ശ്രേണിയാണ് എണ്ണൽ സംഖ്യാ ശ്രേണി. എണ്ണൽ സംഖ്യാ ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാ കൃതികളും എണ്ണൽ സംഖ്യാ ശ്രേണിയിൽ ഉണ്ടാവും. കാരണം എണ്ണൽ സംഖ്യയുടെ ഏത് കൃതിയും ഒരു എണ്ണൽ സംഖ്യയായിരിക്കും. അത് എണ്ണൽ സംഖ്യാ ശ്രേണിയിൽ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒറ്റസംഖ്യയും ഇരട്ട സംഖ്യയും അല്ലാത്ത എണ്ണൽ സംഖ്യാ ശ്രേണിയിലും പദങ്ങളുടെ കൃതികൾ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പ്രത്യേക നിഗമനത്തിലെത്താൻ പറ്റും. അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒറ്റ സംഖ്യാ ശ്രേണിയുടെയും ഇരട്ട സംഖ്യാ ശ്രേണിയുടെയും പ്രത്യേകത എന്താണ്? അതിലെ പൊതുവ്യത്യാസം 2 ആണല്ലോ. പൊതുവ്യത്യാസം 2 ആയ എണ്ണൽ സംഖ്യകൾ മാത്രമുള്ള ഏത് ശ്രേണി എടുത്താലും പദങ്ങളുടെ എല്ലാ കൃതികളും ആ ശ്രേണിയിലെ പദങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് പൊതുവ്യത്യാസം 2 ഉള്ള ഒറ്റ സംഖ്യയിൽ തുടങ്ങുന്ന ഒരു ശ്രേണി എടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ 11 തുടങ്ങുവാണ്. അപ്പോൾ പൊതുവ്യത്യാസം 2 ആണെങ്കിൽ 11, 13, 15 അങ്ങനെയായിരിക്കും കിട്ടുക. അപ്പോൾ 11 ശേഷമുള്ള എല്ലാ ഒറ്റ സംഖ്യകളും ഈ ശ്രേണിയിൽ ഉണ്ടാവുമല്ലോ. നമ്മൾ നേരത്തെ ഒറ്റ സംഖ്യാ ശ്രേണിയിൽ എല്ലാ കൃതികളും ഉണ്ടാവുമെന്ന് സ്ഥാപിച്ചു. അതുകൊണ്ട് പൊതുവ്യത്യാസം 2 ആയ എണ്ണൽ സംഖ്യകൾ മാത്രമുള്ള ഏത് സമാന്തര ശ്രേണിയിലും പദങ്ങളുടെ എല്ലാ കൃതികളും ആ ശ്രേണിയിലെ പദങ്ങൾ തന്നെയായിരിക്കും. ഇനി ഇരട്ട സംഖ്യ വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ 16 തുടങ്ങുവാണ്. 16, 18 അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ 16 ശേഷമുള്ള എല്ലാ ഇരട്ട സംഖ്യകളും ആ ശ്രേണിയിലുണ്ടാവും. ഇനി 16ന്റെ വർഗമായാലും മൂന്നാം കൃതിയായാലും നാലാം കൃതിയായാലും നമുക്ക് എന്തായിരിക്കും? ഇരട്ട സംഖ്യ തന്നെയായിരിക്കും, അത് അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒരു നിഗമനമാണ്. ഇനി വേറെ ഏതൊക്കെ ശ്രേണിയിൽ എല്ലാ കൃതികളും ഉണ്ടാവും? ആ നിഗമനം കൂടി ശ്രദ്ധിക്കൂ. ഇതാ, ഒരു സമാന്തര ശ്രേണിയിലെ ഒന്നാം പദവും പൊതുവ്യത്യാസവും ഒരേ സംഖ്യയായാൽ, അങ്ങനെ ആവുമ്പോൾ ഏതെങ്കിലും സംഖ്യയുടെ ഗുണിതങ്ങളുടെ ശ്രേണിയായിരിക്കും അത്. ഇപ്പോൾ ഉദാഹരണം 3, അപ്പോൾ അടുത്ത സംഖ്യ 6, പിന്നെ 9, 12 അങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ 4, 8, 12, 16 അടുത്ത ശ്രേണി. ഇവിടെയെല്ലാം തന്നെ ഒന്നാം പദവും പൊതുവ്യത്യാസവും തുല്യമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ്? പദങ്ങളുടെ എല്ലാ കൃതികളും ആ ശ്രേണിയിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും അല്ലാത്ത സമാന്തര ശ്രേണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എണ്ണൽ സംഖ്യകളുണ്ട്. കൂടാതെ ഒരു സമാന്തര ശ്രേണിയിലെ ഒന്നാം പദവും പൊതുവ്യത്യാസവും തുല്യമായാൽ പദങ്ങളുടെ എല്ലാ കൃതികളും ആ ശ്രേണിയിൽ തന്നെ ഉണ്ടാവും. അതായത് സംഖ്യയുടെ ഗുണിതങ്ങളുടെ ശ്രേണി.
ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബോക്സ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അടുത്ത സെറ്റ് കാര്യമാണ് പഠിക്കാനുള്ളത്. അത് എന്തായിരിക്കും? കുറച്ച് സംഖ്യകളുടെ തുക കാണാനുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് നന്ദി. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.